എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് കാണിക്കുന്നത് വരിക്കച്ചക്ക, പഴുത്ത വരിക്കച്ചക്ക വെച്ച് നമ്മളൊരു ബോളി ഉണ്ടാക്കിയാണ്. കണ്ടോ? അത് എങ്ങനെയെന്ന് നോക്കാം. അതിനാവശ്യമായി നമുക്ക് മൈദ വേണം. നമ്മൾ സാധാ ബോളി ഉണ്ടാക്കുന്ന പോലെ, ഏത്തയ്ക്ക ബോളി ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് ഇതും ചെയ്യുന്നത്. ആവശ്യത്തിന് മൈദ അല്ലെങ്കിൽ ഗോതമ്പ് പൊടി നമുക്ക് എടുക്കാം. പിന്നെ ക്രിസ്പ്നെസ് കിട്ടാൻ വേണ്ടി നമുക്ക് റവയോ അരിപ്പൊടിയോ ചേർക്കാം, നല്ല ക്രിസ്പി ആയിട്ടിരിക്കാൻ വേണ്ടി കേട്ടോ. അത് ഒരു സ്പൂൺ, ഇത്രയത്തിന് ഒരു സ്പൂൺ എടുത്താൽ മതി. അല്പം മഞ്ഞൾപ്പൊടി ചേർക്കുക, ഒരു കളർ കിട്ടാൻ വേണ്ടിയാണ്. പാകത്തിന് ഉപ്പ് ചേർക്കുക. ഞാൻ ഈ വെള്ളത്തിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ പ്രത്യേകം ചേർക്കുന്നില്ല. ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് ബാറ്റർ പരുവത്തിലാക്കുക. നമ്മൾ ബോളിക്കൊക്കെ ഉണ്ടാക്കുന്ന പോലെ പരുവത്തിലാക്കുക. ഇതിലേക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന ഏലക്കാപ്പൊടി ചേർക്കുക, നന്നായിട്ട് ഇളക്കുക. ഈ കൺസിസ്റ്റൻസി ആയിരിക്കണം. വേണമെങ്കിൽ അല്പം സോഡാപ്പൊടി ചേർക്കാം. അതൊരു ഇച്ചിരിയേ ഉള്ളൂ, കണ്ടോ? വീഡിയോയിൽ കൂടുതൽ തോന്നുന്നതായിരിക്കും. സോഡാപ്പൊടി ചേർത്താൽ അത് കുതിർന്ന് നല്ലപോലെ നല്ല തീർത്ത് വരും. വേണമെങ്കിൽ ചേർത്താൽ മതി ഇതെല്ലാം കേട്ടോ. പിന്നെ നമുക്ക് ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയാണ് അരിപ്പൊടി ചേർത്ത്. നമുക്ക് റവ ചേർക്കാം, മൈദയ്ക്ക് പകരം ഗോതമ്പ് പൊടിയും ചേർക്കാം കേട്ടോ. അതിനായിട്ട് പാൻ അടുപ്പിൽ വെച്ചു, എണ്ണ ഒഴിച്ചു. എണ്ണ ചൂടായി. ഇനി നമുക്ക് ഇത് ഓരോന്നും മുക്കി എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാം. ഒരു ചക്കച്ചുള നമുക്കത് കീറി ഈ വലിപ്പമൊക്കെ മതി, കുഞ്ഞായിട്ട് മതി. വലിയ ചുളയാണെങ്കിൽ അത് മൂന്നായിട്ടൊക്കെ കീറി നമുക്ക് എടുക്കാം കേട്ടോ. എണ്ണ ചൂടായിട്ടുണ്ട്. ഇത് നമുക്ക് തിരിച്ചിടാം. ഇനി നമുക്കിത് എടുക്കാം. പരുവായിട്ടുണ്ട്. ഇനി അടുത്തത് ഇതുപോലെ ഇടുക. ഇതും തിരിച്ചിടുക. തീ ഓഫ് ചെയ്ത് ഇത് നമുക്ക് കോരി മാറ്റാം. അപ്പോൾ വറുത്ത് മാറ്റി ഇങ്ങനെ വെച്ചിട്ടുണ്ട്, കാണിക്കാം. നല്ല ക്രിസ്പിയാണ്, കണ്ട? ഇങ്ങനെ ഇരിക്കും. അത് വലിയ കഷ്ണമാക്കല്ല, അത് ഒരു ചുളയെ, അത് വലിയ ചുളയാണെങ്കിൽ മൂന്നാക്കാം. കണ്ട? നല്ല ടേസ്റ്റാണ്. ചക്കയുടെ സീസണല്ലേ, എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ. വരിക്കച്ചക്ക വെച്ചാണ് ഉണ്ടാക്കിയത്, കണ്ട? നല്ല കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും ഇത്. അപ്പം സീസൺ ആയതുകൊണ്ട് ഇതൊന്ന് ഉണ്ടാക്കി നോക്കൂ, എല്ലാവർക്കും ഇഷ്ടമാകും. ഓക്കെ, താങ്ക് യു.